സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്റെ ഒരു കാൽക്കുലേഷനിൽ ഈ ഇലക്ഷനിൽ NDA മുന്നണിക്ക് ബെസ്റ്റ് ആൻഡ് വേസ്റ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ട്വിറ്ററിലൂടെയും ഫേസ്ബുക്കിലൂടെയും പരിചയത്തിന്റെ പുറത്തുമൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള പല ആളുകളുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ്, പിന്നെ എന്റെ ഓൺ അനാലിസിസിന്റെയും അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു കണക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, UP ആണ് ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ട് നമ്മളെല്ലാവരും നോക്കിക്കാണുന്ന സംസ്ഥാനം. അപ്പോൾ എന്റെ കണക്കുകൂട്ടലിൽ UPയില് വേഴ്സ്റ്റ് കേസ് സിനാരിയോയില് NDAക്ക് 52 സീറ്റാണ് കിട്ടേണ്ടത്. ഏറ്റവും ബെസ്റ്റ് കേസ് സിനാരിയോയില് 72 മുതൽ 74 വരെ സീറ്റ് UPയിൽ നിന്ന് ലഭിക്കാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ വലിയ സംസ്ഥാനം എന്ന് പറയുന്നത് മഹാരാഷ്ട്രയാണ്. BJPക്കും NDAക്കും വലിയ സെറ്റ് ബാക്ക് പ്രതീക്ഷിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയില് NDAക്ക് വേഴ്സ്റ്റ് കേസ് സിനാരിയോയില് 23 സീറ്റും ബെസ്റ്റ് കേസ് സിനാരിയോയില് 38 മുതൽ 40 സീറ്റും കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷമുള്ള ഏറ്റവും വലിയ സംസ്ഥാനം വെസ്റ്റ് ബംഗാളാണ്. BJP വലിയ കുതിപ്പ് പ്രതീക്ഷിക്കുന്ന സംസ്ഥാനമാണ്. ഞാൻ ഏതാണ്ട് 1.5 വർഷം മുമ്പ് തന്നെ പറഞ്ഞിരുന്നു, 2014 ഇലക്ഷനിൽ ഏറ്റവും വലിയ സർപ്രൈസ് നിങ്ങൾ കാണാൻ പോകുന്നത് വെസ്റ്റ് ബംഗാളിൽ നിന്നാണ് എന്ന്. വെസ്റ്റ് ബംഗാളിൽ ലീസ്റ്റ് കേസ്, അതായത് വേഴ്സ്റ്റ് കേസ് സിനാരിയോയില് BJPക്ക് 20 സീറ്റും ബെസ്റ്റ് കേസ് സിനാരിയോയില് വെസ്റ്റ് ബംഗാളിൽ 30 സീറ്റും നമുക്ക് NDAക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ബീഹാറിൽ വേഴ്സ്റ്റ് കേസ് 20ഉം ബെസ്റ്റ് കേസ് 35ഉമാണ് ഞാൻ കണക്കാക്കുന്നത്. അതിന് ശേഷമുള്ള ഏറ്റവും വലിയ സംസ്ഥാനം ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാടാണ്. തമിഴ്നാട്ടിൽ വേഴ്സ്റ്റ് കേസ് സിനാരിയോയിൽ 1ഉം ബെസ്റ്റ് കേസ് സിനാരിയോയിൽ 4ഉമാണ് ഞാൻ NDAക്ക് പ്രതീക്ഷിക്കുന്ന ഫിഗർ. ദെൻ മധ്യപ്രദേശിലെ ഏറ്റവും വേഴ്സ്റ്റ് കേസ് സിനാരിയോ 25ഉം ബെസ്റ്റ് കേസ് സിനാരിയോ 28ഉമാണ്. കർണാടകയില് 18 സീറ്റിലാണ് ഏറ്റവും വേഴ്സ്റ്റ് കേസ് സിനാരിയോ. ഏറ്റവും ബെസ്റ്റ് കേസ് എന്ന് പറയുന്നത് 23 വരെ അവിടെ കിട്ടാൻ സാധ്യതയുണ്ട്. ഗുജറാത്തില് വേഴ്സ്റ്റും ബെസ്റ്റും ഒക്കെ 26 തന്നെയാണ്. 26 ഔട്ട് ഓഫ് 26 ആയിരിക്കും ഇത്തവണയും ഗുജറാത്തിൽ എന്നാണ് എന്റെ ഒരു കാൽക്കുലേഷൻ. രാജസ്ഥാനിൽ BJPക്ക് ചെറിയൊരു സെറ്റ് ബാക്ക് പ്രതീക്ഷിക്കുന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ. രാജസ്ഥാനിൽ വേഴ്സ്റ്റ് കേസ് സിനാരിയോയിൽ 18 സീറ്റും ബെസ്റ്റ് കേസ് സിനാരിയോയില് 22 സീറ്റുമാണ് രാജസ്ഥാനിൽ കിട്ടേണ്ടത്. ദെൻ ആന്ധ്രാപ്രദേശിലെ BJPക്ക് കാര്യമായിട്ടുള്ള വേരുകളില്ലാത്ത സംസ്ഥാനമാണ്. ചന്ദ്രബാബു നായിഡു ഒക്കെ അടക്കമുള്ള NDA സഖ്യകക്ഷികൾക്ക് ഏറ്റവും കുറഞ്ഞത് 5 സീറ്റെങ്കിലും ലഭിക്കേണ്ടതാണ്. ഏറ്റവും മാക്സിമം 10 സീറ്റ് വരെ അവിടെ കിട്ടാൻ സാധ്യതയുണ്ട്. ഒറീസയിലാണ് BJP വലിയ ഒരു മുന്നേറ്റം നടത്താൻ സാധ്യതയുള്ള ഒരു സംസ്ഥാനം. ഒറീസയിലെ 21ൽ 21 സീറ്റും NDAയുടെ ഭാഗമായിട്ട് കണക്കാക്കേണ്ടതാണ്. കാരണം ആര് ജയിച്ചാലും അത് NDAയുടെ കൌണ്ടിലേക്ക് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്നാലും BJPക്ക് അവിടുത്തെ വേഴ്സ്റ്റ് കേസ് സിനാരിയോയില് 12 സീറ്റും ബെസ്റ്റ് കേസ് സിനാരിയോയില് 16 സീറ്റും കിട്ടേണ്ടതാണ്. കേരളമാണ് അടുത്ത സംസ്ഥാനം. ഏറ്റവും വേഴ്സ്റ്റ് കേസിൽ ഇത്തവണയും അക്കൌണ്ട് ഓപ്പൺ ചെയ്യാൻ സാധ്യതയില്ല എന്ന് പറയാം. ബെസ്റ്റ് കേസിൽ 3 സീറ്റ് വരെ കേരളത്തിൽ നമുക്ക് കിട്ടാവുന്നതാണ്. ഇനി തെലങ്കാനയിലേക്ക് പോയാൽ ഏറ്റവും വേഴ്സ്റ്റ് കേസിൽ 5 സീറ്റും ഏറ്റവും ബെസ്റ്റ് കേസിൽ 8 മുതൽ 9 സീറ്റ് വരേക്കും തെലങ്കാനയിൽ പ്രതീക്ഷിക്കാം. അത് ഒരു പക്ഷേ 2 അക്ക സീറ്റിലേക്ക് പോകാനും സാധ്യതയുണ്ട് തെലങ്കാനയിൽ എന്ന് വേണമെങ്കിൽ വിലയിരുത്താം. ഇനി ജാർഖണ്ഡിലേക്ക് പോയാൽ ഏറ്റവും വേഴ്സ്റ്റ് കേസിൽ 8 സീറ്റും ഏറ്റവും ബെസ്റ്റ് കേസിൽ 12 സീറ്റും. ആസാമിൽ 9 സീറ്റിലെങ്കിലും BJP മിനിമം വിജയിക്കും. 12 സീറ്റിൽ വരെ ബെസ്റ്റ് കേസ് സിനാരിയോയിൽ വിജയിക്കാവുന്നതാണ്. പഞ്ചാബിൽ 2 സീറ്റിലെങ്കിലും BJPക്ക് മിനിമം വിജയിക്കാൻ സാധിക്കും. അത് 5 വരെ ബെസ്റ്റ് കേസിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഛത്തീസ്ഗഡിൽ 9 സീറ്റിൽ BJPക്ക് വിജയിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ബെസ്റ്റ് കേസ് സിനാരിയോയിൽ 11 സീറ്റിലും BJP വിജയിക്കുമെന്ന് വിചാരിക്കുന്നു. ഹരിയാനയിലേക്ക് പോകുമ്പോൾ ഏറ്റവും വേഴ്സ്റ്റ് കേസ് സിനാരിയോയിൽ പോലും 5 സീറ്റ് BJPക്ക് ഹരിയാനയിൽ കിട്ടേണ്ടതാണ്. ഏറ്റവും ബെസ്റ്റ് കേസിലേക്ക് വരുമ്പോൾ അത് 8 സീറ്റായിട്ട് ഉയരേണ്ടതാണ്. ഡൽഹിയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് 5 സീറ്റിൽ BJP നിശ്ചയമായിട്ടും വിജയിക്കും. ബെസ്റ്റ് കേസിൽ 7 സീറ്റിലും BJP വിജയം ആവർത്തിക്കുമെന്നതാണ്. ജമ്മു ആൻഡ് കാശ്മീരിൽ 2 സീറ്റിൽ BJPക്ക് വേഴ്സ്റ്റ് കേസ് സിനാരിയോയില് വിജയിക്കാൻ സാധിക്കും. 4 സീറ്റില് ബെസ്റ്റ് കേസ് സിനാരിയോയില് വിജയിക്കുമെന്നാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. ഉത്തരാഖണ്ഡില് മുഴുവൻ സീറ്റും കഴിഞ്ഞ തവണ നേടിയതാണ്. അത് ഒരു പക്ഷേ വേഴ്സ്റ്റ് കേസിൽ 4 സീറ്റായിട്ട് ചുരുങ്ങാൻ സാധ്യതയുണ്ട്. ബെസ്റ്റ് കേസിൽ വരുമ്പോൾ 5 എന്ന് പറയുന്ന സംഖ്യയിൽ തന്നെ BJP മെയിൻറ്റെയിൻ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഹിമാചൽ പ്രദേശില് വേഴ്സ്റ്റ് കേസ് സിനാരിയോയില് 3 സീറ്റും ബെസ്റ്റ് കേസ് സിനാരിയോയില് 5 സീറ്റും BJPക്ക് നേടാൻ സാധിക്കും. പിന്നെ അരുണാചൽ പ്രദേശിലെ 2 സീറ്റും BJP വിജയിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ മണിപ്പൂരിൽ 1 സീറ്റ് വിജയിക്കുമെന്ന് വിചാരിക്കുന്നു. ത്രിപുരയിൽ 2ൽ 2ഉം വിജയിക്കുമെന്നാണ് എന്റെ കണക്കുകൂട്ടല്. ഗോവയിൽ അതുപോലെ തന്നെ 2 സീറ്റിൽ 1 സീറ്റ് BJP വിജയിക്കുമെന്നാണ് ഞാൻ കണക്കുകൂട്ടുന്നത്. പിന്നെ ബാക്കിയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളുമൊക്കെ കൂട്ടെ ഏറ്റവും വേഴ്സ്റ്റ് കേസ് സിനാരിയോയില് NDA മുന്നണിക്ക് 289 സീറ്റും ഏറ്റവും ബെസ്റ്റ് കേസ് സിനാരിയോയില് 386 സീറ്റും കിട്ടുമെന്നാണ് എന്റെ ഒരു എക്സിറ്റ് പോള്. ഇത് എങ്ങനെയായിരിക്കും എന്നുള്ളത് 4-ാം തീയതി കൃത്യമായിട്ട് അറിയാൻ സാധിക്കുകയുള്ളൂ. ഇനി ഈ ഒരു കൗണ്ടിന്റെ കൂടെ
YSR കോൺഗ്രസിന്റെയും ബിജു ജനതാദളിന്റെയും നമ്പേഴ്സ് കൂടെ NDAയുടെ ഭാഗമായിട്ട് വരികയാണ് എങ്കിൽ നിശ്ചയമായിട്ടും NDAക്ക് ബെസ്റ്റ് കേസ് സിനാരിയോയിൽ മോഡി പ്രഖ്യാപിച്ചതുപോലെ 400+ നേടാൻ സാധിക്കും എന്നാണ് തോന്നുന്നത്. അപ്പോൾ വേഴ്സ്റ്റ് കേസ് സിനാരിയോയിൽ 289 ആണ് NDAയുടെ ഫിഗേഴ്സ് ഞാൻ പറയുന്നത്. ബെസ്റ്റ് കേസിൽ 386 പ്ലസ് YSR പ്ലസ് ബിജു ജനതാദൾ. താങ്ക് യു.